നമസ്കാരം. ജീവിതത്തിൽ എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു ജന്മദിനം വളരെ സന്തോഷകരമായിരിക്കും. ഓരോരുത്തരുടെ ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാൽ കഴിഞ്ഞ സന്തോഷത്തിൽ അവർ നിറഞ്ഞിരിക്കും. ആ പിറന്നത് ജന്മദിനം അല്ല, ജന്മദിനത്തിൻ്റെ അന്ന്, ആ പിറന്നാളിൻ്റെ അന്ന്. ഇന്ന് കുടുംബക്കാർ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആ, എന്താണ് ബർത്ത്ഡേ ബേബിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു. ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകൾ ഏർപ്പാട് ചെയ്യുന്നു. നിർബന്ധിച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നെ എല്ലാവരും അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുന്നു. പിറന്നാളിൻ്റെ അന്ന് കുറേ പേര് വിഷ് ചെയ്യുന്നു. SMS, വാട്സപ്പ്, ഇമെയിൽ, പേഴ്സണൽ വിസിറ്റ്സ്, ലെറ്റേഴ്സ്, ഇപ്പോഴും ഗ്രീറ്റിംഗ് കാർഡ്സ്, പിന്നെ വാട്സപ്പ് കോൾസ്, ഗ്രൂപ്പ് വാട്സപ്പ് കോൾസ്, ഇൻഡിവിജ്വൽ, അങ്ങനെ കുറേ നമുക്ക് സന്തോഷങ്ങൾ തരുന്നുണ്ട്. ഏകദേശം ഒരാഴ്ച കാലമൊക്കെ ഈ ജന്മദിനാഘോഷങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇനിയും സൗകര്യമുള്ള ആൾക്കാർ, സമയമുള്ള ആൾക്കാർ ഇനിയും ആഘോഷിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു മാസമൊക്കെ ജന്മദിനം ആഘോഷിക്കുന്ന ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു എല്ലാം ആഘോഷിച്ച ഒരു അടുത്ത ദിവസം ഉണ്ടല്ലോ, എൻ്റെ ഒരു എഴുത്തുകാരി ഫ്രണ്ടുണ്ട്, മുസ്ലിം ഫ്രണ്ടാണ്. അവർ പറയും എല്ലാ ഉത്സവത്തിനും അടുത്തൊരു ദിവസമല്ലേ എന്ന് പറയും. ഞാനൊരിക്കൽ ചോദിച്ചാൽ എന്താണ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. അതേ സുരേഷേ, അതുകൊണ്ടല്ലേ നമുക്ക് 10 ദിവസം ഓണം, പിന്നെ അക്കാലത്തൊക്കെ കല്യാണമൊക്കെ ഒരാഴ്ചയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ കാരണം അതല്ലേ. ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് തീർന്ന അടുത്ത ദിവസം എന്താകുന്നൊരു ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അടുത്ത ദിവസം ഒരു ആഘോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് എൻ്റെ ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവിൻ്റെയും അവരുടെ വിവാഹദിന ആഘോഷം, 4-ാം തീയതി. അപ്പം ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. ഞങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്തു, ഫോൺ ചെയ്ത് സംസാരിച്ചു, വീഡിയോ കോളിൽ സംസാരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഇന്ന് എൻ്റെ ചേച്ചിയുടെ വിവാഹ ദിവസമാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എല്ലാ ആഹാര പദാർത്ഥങ്ങളും എൻ്റെ ചേച്ചി കാലത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് അവരെ അന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, എന്നാൽ ലീവ് എടുത്തു. എനിക്ക് വലിയൊരു കാരിയറിൽ എനിക്കും എൻ്റെ വൈഫിനും എനിക്കിഷ്ടപ്പെട്ട കൂർക്കോപ്പേരി, പിന്നെ കടച്ചക്ക കൂട്ടാൻ, അതൊക്കെ ഇവിടെ ചെന്നൈയിൽ കിട്ടാൻ കഷ്ടമാണ്. അതെങ്ങനെയൊക്കെയോ വരുത്തി. പിന്നെ ഇടിച്ചക്ക ഉപ്പേരി, മോരൊഴിച്ച് കൂട്ടാൻ, പായസം, പിന്നെ വട, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നു തന്നു. അടുത്ത ദിവസം സദ്യയാണ്. ഞങ്ങൾ ഇന്നലേക്ക് ആഹാരം കഴിച്ചുകൊണ്ട് കുറച്ച് ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്, കാലത്തൊന്നും കഴിക്കേണ്ടതാണ്. അപ്പോൾ അത് വിചാരിച്ചതാണ്. പക്ഷേ പുള്ളിക്കാരി ഇത് അയച്ചു. വലിയ സന്തോഷമാണ്. എനിക്ക് ചേച്ചിയുടെ കല്യാണമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ദൈവം അനുഗ്രഹിച്ച 2 മക്കൾ, പൊന്നുപോലുള്ള മക്കൾ. ഞങ്ങളെയൊക്കെ ചിലപ്പോൾ തോന്നും, ഇത്രയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ മക്കളെ, എൻ്റെ മരുമക്കളെ ഞങ്ങളൊക്കെ എന്താ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. മക്കൾ എനിക്ക് മുൻകൂർ ഒരാഴ്ച മുമ്പ് തന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നു. അവർ വീട്ടിലേക്ക് വിളിച്ചു, ചേട്ടൻ എന്നെ ഫോൺ ചെയ്ത് അനുഗ്രഹിച്ചു, ചേച്ചി എനിക്ക് വേണ്ടി അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, അർച്ചനകളൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് അമ്മയും അച്ഛനില്ലല്ലോ എന്നുള്ള ആവേശം ഒരിക്കലും വരാത്തതുപോലെ എല്ലാ കൊല്ലവും അവർ അങ്ങനെ എൻ്റെ പിറന്നാളിന്, ഞങ്ങളുടെ വിവാഹ ദിവസത്തിന് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഒരു empty ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അടുത്ത ദിവസം empty ആകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരാളാണ്, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ അവർക്ക് ഇഷ്ടമല്ല പേര് പറയുന്നത് കൊണ്ടാണ് വളരെ സോഫ്റ്റായിട്ട് ഞാൻ സംസാരിക്കുന്ന. എനിക്ക് എത്രത്തോളം എനിക്ക് അവരെ ഇഷ്ടമാണെന്ന് വെച്ചാൽ, അടുത്ത ജന്മത്തിൽ ഞാൻ നിങ്ങളുടെ മകനായിക്കോട്ടെ എന്ന് കൂടി ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ വയസ്സ് കൊണ്ടല്ല, മനസ്സുകൊണ്ട് ഒരു മകനായിട്ട്, മൂത്ത മകനായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത്ര എനിക്ക് സ്നേഹമാണ്. അപ്പോൾ അവരോട് ഞാൻ വൈകുന്നേരം ഫോൺ ചെയ്തു, എന്നെ എല്ലാവരും വിഷ് ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും വിഷ് ചെയ്യാതെ എന്നൊക്കെ ഞാൻ അധികാരപൂർവ്വമായിട്ട് സ്നേഹത്തോടെ തമാശയോടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ചില ആൾക്കാരോട് നമുക്ക് എന്തും സന്തോഷപൂർവ്വം സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മളുള്ള ആൾക്കാരോടാണ് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ പൊതുവെ വളരെ സൂക്ഷിച്ചിട്ടാണ്. ഓരോ വാക്കും മില്ലിഗ്രാമും അവരോടൊക്കെ സംസാരിക്കാൻ തന്നെ പേടിയാണ്. കാരണം മുമ്പിൽ നന്നായി സംസാരിച്ചിട്ട് പിന്നിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ വെറുക്കുന്നില്ല, അവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചേർന്നതാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ സ്നേഹം. പക്ഷേ
നമ്മൾ സൂക്ഷിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കും. പക്ഷേ ഇതുപോലുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പോലുള്ള ആത്മീയമായിട്ടുള്ള ആൾക്കാരിൽ അത് ഞാൻ പറയുന്ന പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഈ കഥാപാത്രം, സ്നേഹത്തിൻ്റെ കഥാപാത്രം, അവരോട് എനിക്കൊക്കെ ഞാനും എൻ്റെ വൈഫൊക്കെ നന്നായി പൊട്ടിച്ചിരിച്ച് സംസാരിക്കും. അത്ര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവർ കുറേ നിറയെ പഠിച്ച നല്ല കഴിവുള്ള ആത്മീയമായിട്ടും അക്കാഡമിക്കായിട്ടും ഒക്കെ നല്ല കഴിവുള്ള ഒരു കഥാപാത്രമാണ് അവർ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, സുരേഷിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും എൻകറേജ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഉള്ളതാണ് പറയുന്നത്. ഞാൻ തെറ്റുകൾ വളരെ സോഫ്റ്റായിട്ട് പറയാറുണ്ട്. പക്ഷേ മറ്റുള്ളവർ നന്മകൾ കണ്ട് എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചേ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ഓപ്പണായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ക്വാളിറ്റി, ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് കൺവിൻസ് ആയി. അപ്പോൾ എന്നോട് ഒരു ഉത്തരം പറഞ്ഞു. അവർ പറഞ്ഞു, സുരേഷേ, നമ്മളൊക്കെ ഉള്ളൊരു സമൂഹം, ഇന്നത്തെ ലോകം തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിനെ എക്സ്പ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അധികപ്പെടുത്തി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് സത്യമായ ഒരു അപ്രിസിയേഷനെ, നല്ല വാക്കുകളെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഞാനൊരിക്കൽ സ്നേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് സാധാരണ സ്നേഹം, ഒരാൾക്ക് വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കൊടുത്തു, അതൊക്കെ ചെയ്തു. പക്ഷെ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വരും. അവർ നമ്മുടെ നിന്ന് ഒന്നും അവർ പ്രതീക്ഷിക്കില്ല. പക്ഷേ അവർ നമുക്ക് എന്തൊക്കെയോ ചെയ്തിട്ട് പോകും. നമുക്ക് ഉപദേശിക്കും, നമുക്ക് ആപത്തിൽ വന്ന് സഹായിക്കും. അവർക്കൊന്നും നമ്മുടെ ഒറ്റ മില്ലിഗ്രാം പ്രതീക്ഷകൾ പോലും ഇല്ലാണ്ട് എല്ലാം ചെയ്തിട്ട് അവരങ്ങോട്ട് പോകും. ഇവരൊക്കെ നമുക്ക് എന്താ തിരിച്ചു കൊടുക്കുക? ചിലപ്പോൾ അവരെ ഇനി കാണാനേ പറ്റില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറില്ല. അവരൊക്കെയാണ് മാലാഖന്മാർ നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് അങ്ങനത്തെ അനുഭവം എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ സ്നേഹിച്ച മനുഷ്യർ ഒരു യാത്രയിൽ ഒരിക്കലും വളരെ ക്ഷീണിച്ചിട്ട് ഞാൻ ഇന്ത്യയിൽ പുറത്തുനിന്ന് ഞാൻ വരികയാണ്. വളരെ ക്ഷീണം, മലേഷ്യയിൽ നിന്ന് വരുന്നതെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ വയസ്സിൽ ഒരാളുടെ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇയാളെങ്ങാനും ഉറങ്ങി എൻ്റെ മേലെ എൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഉടനെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എത്രയോ മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ അയാളുടെ മടിയിലല്ല, അയാളുടെ തോളിൽ ഞാൻ അയാളുടെ കൈ എൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ ചെറുപ്പത്തിൽ പിടിച്ച് കിടക്കില്ല, അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങി എണീറ്റുണ്ടോ, അയ്യോ സർ സോറി. അയാൾ ഇത്രയ്ക്കും നല്ലൊരു റിച്ച് മാനാണ്, അയാൾ വലിയ ബിസിനസ് മാൻ. ആ കാർഡൊക്കെ ഞങ്ങൾ പിന്നെ എക്സ്ചേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന് എന്നെ അങ്ങനെ സഹിക്കണമെന്നൊന്നുമില്ല. എടോ മാറിയിരിക്കടോ എന്നൊക്കെ പറയാം. അയാൾ ആരാണ്? ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. അയ്യോ സോറി. അപ്പോൾ എന്നോട് അയാൾ പറയായിരുന്നു, യു ആർ എൻജോയിങ് യുവർ സ്ലീപ്പ് ഫോർ ദ ലാസ്റ്റ് 3 hours, ബട്ട് ഐ നെവർ ഡിസ്റ്റർബ് യു ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, റെസ്റ്റ് റൂം ഒന്നും പോയില്ലേ? അതെല്ലാം ഞാൻ പോയിട്ട് വന്നു, അതിനെപ്പറ്റി എന്നാ വിഷമിക്കണേ, യു സ്ലെപ്റ്റ് വെൽ നോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉറങ്ങിയില്ല. അയാളുടെ തോളിൻ്റെ അവിടെ കൈയിട്ടിട്ട് കുട്ടികളെ ഒരു കുഞ്ഞ് ഉറങ്ങണ പോലെ ആയിരിക്കുന്നു ഞാൻ ഉറങ്ങിയത്. ഡീപ്പ് സ്ലീപ്പ്. എൻ്റെ ക്ഷീണം മാറി. ഞാൻ എത്രയോ പ്രാവശ്യം സോറി പറഞ്ഞു. അല്ലാതെ അദ്ദേഹം പറഞ്ഞു, സോറി ഒന്നും പറയരുത്. എന്നിട്ട് ഞാൻ ഒരു ചെറിയ സ്ട്രാറ്റജി ചെയ്തു. ആ ക്രൂവിനൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് എല്ലാം 2-3 പാക്കറ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിന് ഒരു താങ്ക് യു സാർ എന്ന് എല്ലാവരും കൂടി പറയണം. ഞാൻ അങ്ങനെ എയർക്രാഫ്റ്റിലൊക്കെ കുറേ ടീം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ക്യാപ്റ്റൻ ഇൻഫോം ചെയ്തു. എന്നിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടു. എല്ലാവരും കൂടി താങ്ക് യു സാർ എന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഞങ്ങൾ ഒരു ദിവസം കാണിക്കാം. അതൊക്കെ എയർക്രാഫ്റ്റിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ നമുക്ക് എഴുതാം. അങ്ങനെ യാത്രകൾ അധികം ഉള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണ്? ആ സ്നേഹം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹം കാർഡ് തന്നു. 2 കൊല്ലം അങ്ങനെ സംസാരിച്ച് പിന്നെ ടച്ചില്ല, നമ്പറൊക്കെ മാറി. അദ്ദേഹം ഇറ്റലിയിലെ ഒരാളാണ്, ഇവിടെ ബിസിനസ് എങ്ങാണ്ട് വന്നതാണ്. 2 കൊല്ലം ഞാൻ ഫോണും മെസ്സേജും അതൊക്കെ ഉണ്ടായിരുന്നു, ഇമെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എനിക്കറിയില്ല എവിടെയാണെന്ന്. ആ മാലാഖയ്ക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പറ്റും ജീവിതത്തിൽ? ഇനി ഞാൻ കാണാനേ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ മാലാഖന്മാർ വരും. അപ്പം ഞാൻ പറഞ്ഞു, സ്നേഹം തന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ തിരിച്ച് എങ്ങനെയാണ് കൊടുക്കാമെന്ന് അറിയാത്ത അനുഭവമുണ്ട്. പക്ഷേ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ പറയും, മോനെ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, നമുക്ക് അവരെയും ഉൾക്കൊണ്ട് അവരെയും നമ്മൾ സ്നേഹിക്കേണ്ട മോനെ. അവരറിയാതെയല്ലേ ചെയ്യുന്നത്, അവർക്ക് അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അതൊക്കെയല്ലേ ബൈബിളിൽ പറയുന്നത് മോനെ എന്നൊക്കെ അമ്മ രാമായണത്തിൽ നിന്നും അതിൽ നിന്നും ഓരോ ഉപദേശങ്ങൾ പറയാറുണ്ട്. പിന്നെ ഒരു വാക്ക് അമ്മ കേരളീയ ഭാഷയിൽ പറയും,
ആരുടെ കൈകൊണ്ടാണ് അവസാനം നമുക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാന്ന് അറിയില്ല മോനെ, ആരെയും വെറുപ്പിക്കരുത്. എന്ത് പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അറിയില്ല. ബിസിനസ്സിലൂടെ ഞങ്ങൾ ചില സമയത്ത് ഞങ്ങൾ വഴക്കൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നാൽ കൂടി ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് ലെറ്റസ് ഡിപ്പാർട്ട് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് ഷേക്കനൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ വരും. കാരണം ആരും ഞങ്ങൾ ബിസിനസ്സിൽ വെറുപ്പിക്കാൻ പറ്റില്ല. ആരാണ് നമുക്ക് നമ്മളെ ഉപദ്രവിക്കാൻ അറിയില്ലല്ലോ എന്നുള്ള ഭയത്തിൽ. ഇതിനെയൊക്കെ അപ്പോൾ ഇന്നലെ ആ ഫ്രണ്ടിനോട് ഞാൻ കുറേ ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. കുടുംബകാര്യങ്ങൾ എല്ലാം ഞങ്ങൾ സംസാരിച്ചു. കുറേ നല്ല വാക്കുകൾ അവർ എന്നെ പറ്റി പറഞ്ഞു. എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യും. എന്നെ ആരെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ദൈവമേ ഇതിനൊക്കെ ഞാൻ അർഹനാണോ, അങ്ങ് തന്നതല്ലേ, മാതാപിതാ ഗുരുദൈവങ്ങൾക്കാണ് സർവ്വം സമർപ്പണം എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചത്. എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സോറി ഞാൻ ഇതൊക്കെയാണ് എൻ്റെ തെറ്റ്, എന്നെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ മറന്നു പോകും, പേരൊക്കെ മറന്നു പോകും, ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നോട്ട് ചെയ്ത് വെക്കില്ല. സുരേഷ് ഫോൺ ചെയ്ത് ഇങ്ങനെ എന്നെ എന്തുകൊണ്ട് വിഷ് ചെയ്തില്ല എന്ന് വിശ്വസ് ചോദിക്കുമ്പോൾ എനിക്ക് എത്ര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേര് എന്നെ ഫോൺ ചെയ്തു. എനിക്ക് ദൈവം തന്ന മോള്, ദേവി മോള്, അവളും പുള്ളിക്കാരി രാത്രി ഫോണൊക്കെ ചെയ്ത് വീട്ടിൽ ഉള്ള ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു. അതെല്ലാം പുള്ളിക്കാരി കണ്ടു. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ സമൂഹമുള്ളത്, എങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ കാണുന്നതൊക്കെ, എങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഥ പറയുന്നില്ല, ഇൻട്രഡക്ഷൻ പറയുന്നില്ല. ഇതെല്ലാം ആസ്പദമാക്കിയിട്ട് ഇന്ന് ഇപ്പം പറഞ്ഞ ഈ മൂല്യത്തിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആകെ വെറുക്കും. ചില ആൾക്കാർ നമ്മൾ സംശയിക്കും. നമ്മൾ എന്താ പറയുക, ഒരു 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 മുൻകൂറായിട്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കും, ഇയാൾ തെറ്റാണ്, ഇയാൾ ശരിയല്ല. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അവർ തന്നെ പ്രൂവ് ചെയ്യും, അയ്യോ നമ്മൾ ഇവരെ തെറ്റിദ്ധരിച്ചല്ലോ, ഈ നല്ല മനുഷ്യനെ അല്ലെങ്കിൽ ഈ നല്ല സ്ത്രീയെ നമ്മൾ അങ്ങനെ വിചാരിച്ചല്ലോ എന്ന്. നമ്മൾ ഒരു വേലക്കാരനെ ജോലി വിട്ട് പുറത്താക്കുന്നു. ആ മുതലാളി അമ്മയ്ക്ക് അസുഖമായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ബ്ലഡ് കിട്ടുന്നില്ല, റയർ ബ്ലഡ് ഗ്രൂപ്പാണ്. ഈ വേലക്കാരൻ കാണിച്ചിട്ട് അവൻ ബ്ലഡ് തന്നിട്ട് രണ്ടുപേർക്കും ബ്ലഡ് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അവർ തന്ന ആഹാരമാണ് ഈ രക്തം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോകുന്നു. പോയിട്ട് ആൾക്കാരൊക്കെ പണം എന്തെങ്കിലും വരണോ, പണോ, ഞാൻ മനുഷ്യനാണ്, ഞാൻ പണമല്ല, നിങ്ങളെപ്പോലെ പണമുള്ള ഭ്രാന്തല്ല, പണം ഉണ്ടെന്നുള്ള അഹങ്കരിക്കുന്ന മനുഷ്യനുമല്ല, ഞാൻ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ നമ്മൾ കേട്ട് കാണും. അതൊക്കെയാണ് ജീവിതം. ഇതിനൊക്കെ ആസ്പദമാക്കി ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എഴുതിയ കഥയല്ല, ആരും എഴുതിയ കഥ, എപ്പോഴോ ഞാൻ വായിച്ച ഓർമ്മയിൽ പറയാം. ഒരു വലിയ ഗ്രാമം, ആ ഗ്രാമത്തിൽ കുറേ കൃഷിയുണ്ട്, എല്ലാവർക്കും കുറേ ലാൻഡുള്ളൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് ഒരാൾ ബസ്സിൽ ട്രെയിനിലൊക്കെ മാറി ആ ഗ്രാമത്തിലേക്ക് വന്ന് അന്വേഷിച്ച് വരുമ്പോൾ ഇവനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ആ ഗ്രാമത്തിൽ എല്ലാവരും അത്ര നിറയില്ല. ഇവൻ വെള്ളക്കാരനെ പോലെ ഉണ്ട്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ, കുറച്ചാണ് ഇന്ത്യൻ ലാംഗ്വേജ് സംസാരിക്കുന്നുള്ളൂ. എല്ലാവർക്കും അവനെ ഇഷ്ടം, അവൻ്റെ അടുത്തിരിക്കാൻ അവൻ്റെ അടുത്തുള്ള പെർഫ്യൂം ഇഷ്ടപ്പെടുന്നു, അവൻ ചെറിയ പെട്ടി നോക്കുന്നു. അങ്ങനെ ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് അവൻ പറയുന്നു. ആ സ്ഥലത്തേക്ക് അവനെ ഇറക്കി വിടുന്നു. എന്നിട്ട് അവൻ പ്രത്യേക ഒരു ഗ്രാമത്തിൻ്റെ പേര് ചോദിക്കുന്നു. 2-3 പേര് അയാളുടെ പെട്ടിയൊക്കെ കൂടി എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ആ വഴിയൊക്കെ കാണിച്ചിട്ട് കൊണ്ടുപോയി. ഇന്ന എവിടെ ഇറങ്ങിക്കോളും, ഇപ്പം നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എന്ന് പറയുന്നു. അപ്പോൾ അവൻ അവിടെ അന്വേഷിച്ച് പോയി ഒരു വീട്ടിന് മുമ്പിൽ എത്തുകയാണ്. വീട്ടിന് മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ ഇന്ന ആളെല്ലാം ചോദിക്കുന്നു. അതെ ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തക്കാരനാണ്, നിങ്ങൾ എൻ്റെ സ്വന്തക്കാരനോ, ആരാണ് നിങ്ങൾ, ഉള്ളിലേക്ക് വരൂ എന്നിട്ട് വെള്ളമൊക്കെ കൊടുത്ത് കാഫിയൊക്കെ കൊടുത്ത് സംസാരിക്കുമ്പോൾ പറയും, നിങ്ങളുടെ ഒരു ചേട്ടൻ ചെറുപ്പത്തിൽ നിങ്ങൾ വിട്ട് പോയല്ലോ, അതെ നിങ്ങളുടെ ആ സഹോദരൻ്റെ മോനാണ് ഞാൻ, എൻ്റെ അച്ഛൻ മരിച്ചു, എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കുറേ സ്വത്ത് എനിക്കുണ്ടെന്ന് അവിടെ അറിഞ്ഞു, അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ ചെറിയച്ഛൻ പെട്ടെന്ന് ചെറിയച്ഛൻ എന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഇയാൾക്ക് ഓർമ്മ വന്നു, ചെറുപ്പത്തിൽ തന്നെ ഇയാൾ അമേരിക്കയ്ക്ക് പോയിട്ട് അമേരിക്കയിൽ ഒരു ഫോറിനറെ കല്യാണം കഴിച്ചിട്ട് ഇവിടേക്ക് ഇന്ത്യക്ക് വന്നിട്ട് എവിടെയോ താമസിക്കുന്നു എന്ന് മാത്രം അവർക്ക് ഇൻഫർമേഷൻ അറിയാം. അച്ഛനും അമ്മയും ആ ദുഃഖത്തിൽ തന്നെ മോനിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് അവർക്കുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചു പോയി. അപ്പോൾ ഈ ചെറിയച്ഛന് ഈ മോനെ കാണുമ്പോൾ വലിയ സന്തോഷം, എങ്കിലും
തൻ്റെ തൻ്റെ അച്ഛനും അമ്മയും ദുഃഖിക്കാനായിട്ട് ഈ ചേട്ടനല്ലേ കാരണം, ആ ചേട്ടൻ്റെ മോനല്ലേ എന്നുള്ളൊരു ഇറുക്കവും മനസ്സിലുണ്ട്. പക്ഷേ എല്ലാം കൂടി ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. തൻ്റെ രക്തത്തിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഓടിപ്പോയ കുട്ടിയെ അവനെ 24 വയസ്സുള്ള നല്ല മിടുക്കനായ ഹീറോ പോലെ ആൾക്ക് ആ ഗ്രാമയെ നോക്കുകയാണ് അവനെ. അത്ര ഭംഗിയുള്ള ഒരാൾ പയ്യൻ. അപ്പോൾ ഓടിപ്പോയി എൻ്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അവൻ അങ്ങനത്തെ സ്നേഹവും പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു അത്യധികമായിട്ടുള്ള സ്നേഹമൊന്നും അങ്ങനെ കിട്ടിയിട്ട് ഹായ് ഹായ് ഉള്ള ലൈഫാണല്ലോ അവരെയൊക്കെ ഒരു ലൈഫ്. അപ്പോൾ അവനും ആ കുട്ടിയും ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ കരയുന്നത്. വാ എൻ്റെ മോൻ ഉള്ളിലേക്ക് വാ, എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം റൂമിൽ കിടക്കും. ഇല്ലല്ല, എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടി എൻ്റെ മുത്തശ്ശൻ കെട്ടി വെച്ച വീടില്ലേ, ആ വീട്ടിലെ ഞാൻ താമസിക്കുള്ളൂ. അപ്പോൾ ഇവനെ എല്ലാം അറിയുന്നുണ്ടല്ലോ. ഇന്ന സ്ഥലത്തല്ലേ ഇത്, നമുക്ക് ഇത്ര ലാൻഡ് ഇല്ലേ, ഇന്ന മല നമ്മുടെ അല്ലേ, ആ മല തന്നെ നിങ്ങൾ അക്കാലത്ത് എൻ്റെ അച്ഛൻ വാങ്ങിച്ചിട്ടില്ലേ, അതിലുള്ള എത്രയോ ഭാഗങ്ങളൊക്കെ അങ്ങനെ എങ്ങനെ എല്ലാ സ്വത്തും പറയുമ്പോൾ ഇയാൾക്കും ഇയാളുടെ മക്കൾക്കും ഇയാളോട് വഴക്കിട്ട് പോയ തൻ്റെ എന്താണ് ഈ ചെറിയച്ഛൻ്റെ വൈഫ് അവിടെ ഇല്ല. ഇയാളുടെ ചെറിയൊരു വഴക്കിട്ടിട്ട് അവർ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ആരോ ഫോൺ ചെയ്തിട്ട് അവർക്കും ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ സ്വത്തൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അവരും ഇങ്ങോട്ട് അടിച്ചു പിടിച്ച് ഓടി വരും. ഭർത്താവിന് കൂടെ വഴക്കിട്ടാൽ എന്താ, നമുക്ക് ഈ സ്വത്തെങ്ങാനും പോയാൽ എൻ്റെ മക്കൾക്ക് എല്ലാ സ്വത്തും കിട്ടേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരും ഓടി വന്നിട്ട് എന്താ മോനെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വരുന്നത് എന്നൊക്കെ പറയും. ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കുക, ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കുള്ളത് അവൻ. ഞാൻ അതിനു വേണ്ടി വന്നാൽ നല്ല 3/4 ഭാഗം ഇംഗ്ലീഷും 1/4 ഭാഗമാണ് അവൻ ഇന്ത്യൻ ലാംഗ്വേജ് അറിയുന്നുള്ളൂ. അങ്ങനെ അവർ വന്ന് കുളിക്കുക എല്ലാം ചെയ്തിട്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല, എനിക്ക് ആ വീട് നിങ്ങൾ റെഡി ചെയ്യണം, എനിക്ക് അര ദിവസം തരൂ, ആൾക്കാർ വന്ന് ആ വീട്ടിലേക്ക് പോവാണ്. അവൻ എല്ലാ റൂമും അറിയുന്നുണ്ട്, ലെഫ്റ്റിൽ ഇന്ന റൂമുണ്ട്, റൈറ്റിൽ ഇന്ന റൂമുണ്ട്. എൻ്റെ അച്ഛനും മുത്തശ്ശൻ കെട്ടിക്കൊടുത്ത ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുള്ളൂ. അപ്പോൾ ആ ചിറ്റമ്മ പറയും മോനറിയോ അത് മോൻ്റെ അച്ഛന് വേണ്ടി കെട്ടിയതാണ്, പക്ഷേ ഇതൊക്കെ പൊതുവായിട്ടുള്ള മുത്തശ്ശൻ്റെ പേരിലാണുള്ളത്, അതിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. അതിനെപ്പറ്റി ആരാ അന്വേഷിച്ചപ്പോൾ അതൊക്കെ എൻ്റെ ബില്ലിൽ എഴുതിയിട്ടുണ്ട്. ഈ വീടും മുത്തശ്ശൻ എൻ്റെ അച്ഛൻ എഴുതി കൊടുത്ത ബില്ലും ഉണ്ട്, അത് എൻ്റെ അടുത്തുണ്ട്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ ഷോക്ക്, എങ്ങനെയാണ് ഈ ചെക്കനെ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു വ്യത്യസ്ത മനസ്സ് ഈ അവൻ്റെ ചെറിയച്ഛന് തോന്നുന്നില്ല. ചെറിയച്ഛൻ്റെ മക്കൾക്ക്, അവൻ്റെ ചെറിയമ്മയ്ക്ക്, എല്ലാവർക്കും, ആ ചിറ്റമ്മയ്ക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ മനസ്സുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ രക്തബന്ധം കൊണ്ടോ എന്തുകൊണ്ടോ തനിക്ക് ഇനിയൊരു മോനെ കിട്ടിയ സന്തോഷത്തിൽ ആ ചെറിയച്ഛൻ ആ വീടൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാം റെഡി ചെയ്ത്, ആ മോനെ എന്ന് പറഞ്ഞൊരു കുക്കിന് റെഡി ചെയ്ത് കൊടുത്തു, 2 സർവൻസ് റെഡി ചെയ്ത് കൊടുത്തു, എല്ലാം റെഡി ചെയ്ത് കൊടുത്തിട്ട് അവന് എല്ലാം എയർ കണ്ടീഷൻ ഇട്ട് കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തു. എല്ലാം കഴിഞ്ഞു അവൻ ആ ചെറിയച്ഛനോട് പറയും വരൂ ഞാൻ ഒരു കാർ വാങ്ങിക്കാം, ഇവിടെ കാറുണ്ടല്ലോ, അല്ല ഒരു പുതിയ കാർ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ചെറിയച്ഛനെയും കൊണ്ട് ആ ഗ്രാമം മുഴുവൻ, ഇതൊക്കെയല്ലേ ഗ്രാമം, ഇതല്ലേ എൻ്റെ സ്കൂൾ, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂള്, ഇതല്ലേ എൻ്റെ അച്ഛൻ കളിച്ചത്, ഇവിടെയല്ലേ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തിൻ്റെ പ്രേമം അവിടെ മുത്തശ്ശൻ കണ്ടതും കുടുങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ഓരോ അനുഭവം, വലിയ കഥയാണത്. ഓരോ അച്ഛൻ്റെ ഓരോ അനുഭവങ്ങൾ, ആ അച്ഛൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് ആ ഗ്രാമത്തിൽ നിന്ന് ഈ മകൻ പോയി ഈ ചെറിയച്ഛനെയും കൊണ്ടുപോയി കാണുന്നതിൽ നമുക്ക് കാണാൻ പറ്റും. ആ പാർക്കും അവിടുത്തെ പുഷ്പങ്ങൾ, അച്ഛന് ഇഷ്ടപ്പെട്ട മുല്ലപ്പൂവ്, അച്ഛൻ പോകാറുള്ള അമ്പലങ്ങൾ, അച്ഛൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കോ കൊറിയറിൽ, അത് ഇവൻ്റെ അമ്മയ്ക്കാണ്, ആർക്കോ കൊറിയറിൽ പ്രസാദം അയച്ചിരുന്നത്. അങ്ങനെയൊക്കെ അച്ഛൻ നന്നായി പഠിച്ച ആളാണ്. വാസ്തവത്തിൽ അച്ഛൻ അമേരിക്കയൊക്കെ പോയി പഠിച്ചു വന്ന ആളാണ്. ഈ ഗ്രാമത്തിലേക്കാണ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അദ്ദേഹം കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും അപ്പോഴേക്കും ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ഇയാളെ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ടാണ്. അച്ഛനമ്മയൊക്കെ ഇയാളിങ്ങനെ ഒരു ഫോറിനർ കല്യാണം കഴിച്ചുകൊണ്ടാണ് ദുഃഖിച്ച് മരിച്ചെന്നുള്ള പോലെ ഒരു കഥയൊക്കെ ആരോ ഉണ്ടാക്കി. അതുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് വരാൻ, എന്തുകൊണ്ടാണ് അയാൾക്ക് അച്ഛനമ്മയില്ലാത്ത ഗ്രാമത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ഇന്ത്യയിൽ ഒരു സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്, അവിടെ അച്ഛൻ മരിക്കുന്നു. അവിടെ നിന്നാണ് മോനോട് കഥയൊക്കെ പറഞ്ഞിട്ട് മോൻ വളർന്നതിന് ശേഷം ഇവിടെ വരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി അവിടെ കാണാനായിട്ട് ഒന്നുമില്ല, അച്ഛനെ പറ്റിയില്ല, എല്ലാം അച്ഛൻ്റെ പഴയ സുഹൃത്തുക്കൾക്കൊക്കെ പോയിട്ട് ഗിഫ്റ്റ് കൊടുത്തു. അതേ സമയത്ത് ഈ ചിറ്റയ്ക്കും കുഞ്ഞച്ഛനും, നിങ്ങളെന്താ പറയുക, ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും ചെറിയമ്മയുടെ മക്കൾക്കും എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. ഈ ഏകദേശം 20 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഈ തൻ്റെ കസിൻസ് ആയിരുന്നല്ലേ ചെറിയച്ഛൻ്റെ മക്കൾക്കെല്ലാം കൂടി ഇവനോട് ഭയങ്കര സ്നേഹം തുടങ്ങി. ഇവനായിട്ട് എന്ത് ആഹാരം ഉണ്ടാക്കിയാലും ഇവൻ ഓടിപ്പോയിട്ട് എല്ലാവർക്കും വായിൽ കൊടുക്കുന്നത്, കഴിക്കും, നന്നായിട്ടുണ്ട്, നോക്ക് എൻ്റെ ചിറ്റമ്മ ഉണ്ടാക്കിയതാണ്. ബട്ട് ഈ ചിറ്റമ്മയ്ക്ക് ഇവനെ ദിവസവും എല്ലാവരും ഇവനെ കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടേ ഇവൻ പോയി തൻ്റെ അച്ഛനെ ഉമ്മ കൊടുക്കാറുള്ളത് പോലെ തന്നെ ഈ ചെറിയച്ഛനും പോയിട്ട് ഉമ്മ കൊടുക്കും കാലത്ത്. ഗുഡ് മോർണിംഗ് അങ്കിൾ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കും.
അപ്പോൾ ഈ എന്താണ് ചെറിയമ്മയും ചെറിയമ്മയുടെ മക്കളും എല്ലാവരും വന്ന് ചേട്ടാന്ന് പറഞ്ഞിട്ട് ഇവന് ഉമ്മ കൊടുക്കും. അങ്ങനെ ഒരു ആ കുടുംബത്തിലൊരാളായി. അപ്പോൾ ഒരു ദിവസം അവനാരോ ഫോൺ വരുന്നു. അപ്പോൾ അവനപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടി ഇവിടെ ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവർക്കൊക്കെ വിഷമാകും. അപ്പോൾ പറഞ്ഞു ഓക്കെ ഇവിടുത്തുള്ള രജിസ്ട്രേഷൻ ആൾക്കാരെയൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറയും. ചെറിയ നമ്മൾ എന്താ വേണ്ട മോനെ, എന്തിനാണ് എനിക്ക് അയാൾ ചെറിയ അത്ര പഠിച്ചിട്ടില്ല, ഒരു നിഷ്കളങ്കനാണ്. ചെറിയമ്മയാണ് നന്നായി പഠിച്ചിട്ടുള്ള മക്കളും അവർക്കൊക്കെയാണ് എന്തൊക്കെയോ സംശയങ്ങളുള്ളത്. സ്വത്ത് കൊണ്ടുപോകാൻ പോകുന്നല്ലോ എന്നുള്ള അവൻ്റെ സ്വത്താണ്, അവൻ റൈറ്റ്സ് ഉണ്ടല്ലോ എന്നാണ് ചെറിയച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് എന്നാണ് നമുക്ക് രജിസ്ട്രേഷൻ വയ്ക്കേണ്ടത് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ പറയുന്നു അങ്ങനെ ഏത് ദിവസം വേണമെങ്കിൽ വയ്ക്കാം, ഞങ്ങൾ രജിസ്ട്രാറിനൊക്കെ സീനിയർ രജിസ്ട്രാറൊക്കെ സംസാരിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻ്റ് ഒരു ദിവസം വരുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് റഫ് ഡോക്യുമെൻ്റ് എഴുതും, അതിലൊക്കെ ഫില്ലപ്പ് ചെയ്യണം എന്തൊക്കെയാണ് ലാൻഡെന്ന്. അപ്പോൾ നിങ്ങൾ ഡ്രാഫ്റ്റ് കൊണ്ടുവരുമോ തന്നെ നമുക്ക് ആലോചിക്കാം. ഇതിൽ എത്ര ലാൻഡ് ഉണ്ട്, ഇതിൽ എത്രയാണ് എൻ്റെ അച്ഛൻ്റെ, എനിക്ക് എന്തൊക്കെയാണ്, ഇതൊക്കെ എൻ്റെ അച്ഛൻ എഴുതി തന്ന ബില്ലാണ്, മുത്തശ്ശൻ എഴുതി കൊടുത്ത ബില്ലും ഉണ്ട്. എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുമ്പോൾ എൻ്റെ മുത്തശ്ശൻ എഴുതി തന്നതാണ് നാളെ അധികം പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ട്, അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് എത്രയും എൻ്റെ സ്വത്തെന്ന് പറയുള്ളൂ. അപ്പോൾ അവർ കണക്കൊക്കെ കൂട്ടി പറഞ്ഞു 3/4 ഭാഗം ഇവിടെയുള്ള ഈ സ്വത്തുകളെല്ലാം കൂട്ടിക്കഴിച്ച 3/4 ഭാഗം മോൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്ന് അറിയില്ല. നിങ്ങളുടെ മുത്തച്ഛൻ എഴുതി വെച്ച ആധാരപ്രകാരമാണ് നിങ്ങളുടെ അച്ഛനും എഴുതിയിട്ടുള്ളത്. അവിടെ 3/4 ഭാഗം നിങ്ങൾക്കാണ് വരുന്നത്. അപ്പോൾ ഈ ചെറിയച്ഛനൊക്കെ എല്ലാവർക്കും ഒരു വിഷമം വരും. അയ്യോ നമുക്ക് ഇത്രയും കാലം നമ്മൾ സൂക്ഷിച്ച എല്ലാം നമ്മൾ വിട്ട് പോകുകയല്ലേ. ചിരിപ്പിക്കൊക്കെ വളരെ പക്ഷേ എങ്ങനെയാണ് ഇവനെ വെറുക്കണോ അല്ലെങ്കിൽ ദേഷ്യപ്പെടണോ അല്ല സ്നേഹിക്കണോ കൊടുക്കാനും മനസ്സ് വരുന്നില്ല. അപ്പോൾ ഇവൻ എല്ലാം കണക്കിട്ട് നോക്കുകയാണ്, കാൽക്കുലേറ്ററുടെ എല്ലാം കണക്കിട്ട് നോക്കി തനിക്ക് കിട്ടുന്നത് തനിക്ക് വേണം. അവനിങ്ങനെ വലിയ സെൻറ്റിമെൻറ്റും ഒന്നുമില്ല. അപ്പോൾ അവനെല്ലാം ഇതെല്ലാം എനിക്ക്, ഇതെല്ലാം അവർക്ക്, അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്. ഓക്കെ നിങ്ങൾ നിങ്ങൾ ഡ്രാഫ്റ്റ് കൊണ്ടുവരൂ, ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാമെന്നാണ്. അതിന് 4 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ 4 ദിവസം ഇവർക്കുള്ളിൽ വലിയ ഇവനോട് പണ്ടത്തെ സ്നേഹത്തിൽ ആരും സംസാരിക്കുന്നില്ല, ചെറിയച്ഛനൊഴിച്ച്. അപ്പോൾ ഒരു ദിവസം ചെറിയച്ഛനോട് പറയും പണം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളൊക്കെ മാറുമല്ലേ ചെറിയച്ഛ ചോദിക്കുമ്പോൾ, ആയിരിക്കാം എനിക്കറിയില്ല മോനെ, എന്ത് പണം എന്നൊക്കെ, നീ പുറപ്പെടാൻ പോകുമല്ലാണല്ലോ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്, അത് ആ വിഷമത്തിലാണ് ഞാനെന്ന്. അങ്ങനെ 2-3 ദിവസം അവിടെ കഴിഞ്ഞിട്ട് കുറേ അമ്പലങ്ങളൊക്കെ പോയിട്ട് അവനെ കൊണ്ടുപോയി അച്ഛനെയൊക്കെ എല്ലാം ചെയ്ത് തിരിച്ചു വരും. അന്ന് ഈ രജിസ്ട്രേഷൻ ആൾക്കാർ ഫൈനൽ ഡ്രാഫ്റ്റ് കൊണ്ടുവരികയാണ്. അടുത്ത ദിവസം രജിസ്ട്രേഷനാണ്. അപ്പോൾ പറയും ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ സെറോക്സ് മാത്രം തരും, എൻ്റെ സ്വത്ത് എന്തൊക്കെയാണെന്നുള്ള സെറോക്സ് മാത്രം തരൂ, ഞാൻ ഇതിലിപ്പോൾ ഡ്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ ഡ്രാഫ്റ്റ് പ്രകാരം നിങ്ങൾ സ്വത്തും രജിസ്ട്രേഷൻ ചെയ്യണം. അവർ ബാക്കി 5 പേരാണ് ആ ഗ്രാമത്തിലെ പഞ്ചായത്ത് നേതാവ്, അങ്ങനെ കുറച്ച് പേര് രജിസ്ട്രേഷൻ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടി. അതിൽ നോക്കിയപ്പോൾ എന്താണ് അവൻ എഴുതിയിട്ടുള്ളത് വെച്ചാൽ, ഇതൊക്കെയാണ് മുത്തച്ഛൻ്റെ സ്വത്ത്, ഇതൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ ഭാഗം, ഇതൊക്കെയാണ് എൻ്റെ ചെറിയച്ഛൻ്റെ ഭാഗം, ചെറിയച്ഛൻ്റെ മക്കൾ ഇത്ര, എൻ്റെ അച്ഛനെ ഞാനാണ് ഒരേ മോൻ, അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, ഇയാളാണ് ലീഗൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ സ്വത്ത് മുഴുവനും ചെറിയച്ഛൻ്റെ പേരിലും ചെറിയച്ഛൻ്റെ കുടുംബത്തിലുള്ള ചെറിയച്ഛൻ്റെ പേരിലും ചെറിയമ്മയുടെ പേരിലും മാറ്റിയാണ് ആ സ്വത്ത് മുഴുവനും എൻ്റെ കസിന് കൊടുക്കുന്നതിൽ എനിക്ക്, എൻ്റെ ചെറിയച്ഛൻ്റെ കുടുംബത്തിനും കസിനും കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഇതാണ് എൻ്റെ NOC പറഞ്ഞത്. ഫുൾ ഡ്രാഫ്റ്റ് രാത്രിയും പകലിരുന്ന് പാവം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കൊടുത്തപ്പോൾ ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ സിനിമയിൽ വരുന്നവരെ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എല്ലാവരും അവിടെ ഏകദേശം അവിടുത്തെ 40% ഗ്രാമത്തെ ആൾക്കാരും അവിടെ വന്ന് അവർക്കൊക്കെ വിശ്വസിക്കാൻ വയ്യ, ഇത്രയും സ്വത്ത് ഇവന് കിട്ടുകയാണല്ലോ, എന്താ ഈ കുട്ടിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് അവർ. അപ്പോൾ ചെറിയച്ഛൻ പൊട്ടിക്കരയാൻ തുടങ്ങി. വേണ്ട മോനെ നീ എല്ലാം എടുത്ത മോനെ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി, ഞങ്ങൾക്ക് സ്വത്തും വേണ്ട ഒന്നും വേണ്ട, ഇതിങ്ങനെ കൂടെ എടുക്കട്ടെ, മുത്തശ്ശൻ്റെ പേരിൽ ഈ വില്ല് എല്ലാം ഉണ്ടാകട്ടെ, നമുക്കൊന്നും മാറ്റണ്ട, എൻ്റെ മോൻ ഇവിടെ ഇരിക്കുക, എൻ്റെ മോൻ ഇവിടെ തന്നെ ഞാനൊരു കല്യാണം കഴിച്ചത്, കല്യാണത്തിന് ഏർപ്പാട് ചെയ്യാം, മോൻ്റെ അമ്മയും മരിച്ചു അച്ഛനും മരിച്ചു, ഇപ്പം എൻ്റെ മോനായിട്ട് മോനിവിടെ ഉണ്ടാകണം, അതുകൊണ്ട് ദയവായിട്ട് ഇതൊന്നും വേണ്ട, എനിക്കൊന്നും കാണാൻ വയ്യ മോനെ, ഇത്രയും ഞങ്ങളൊക്കെ മോനെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ ചെറിയമ്മ പൊട്ടിക്കരയുന്നു, മക്കളൊക്കെ പൊട്ടിക്കരയുന്നു, ആ ഗ്രാമമേ ഇവനോട് ദൈവമായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു അല്ല, ശരിയോ തെറ്റോ തീരുമാനമെടുത്തതാണ്, ഇതെല്ലാം കൂടി എൻ്റെ അച്ഛൻ്റെ ഇൻസ്ട്രക്ഷനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ അവർക്ക് പോയി ഗ്രാമം കാണണം, ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യണം, അവസാനം ഇങ്ങനെ ടെസ്റ്റ് കൊടുക്കുന്ന പോലെ എൻ്റെ അച്ഛനാണ് പറഞ്ഞത്,
നിങ്ങളിപ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാളും അധികം സ്വത്ത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് എൻ്റെ അച്ഛൻ മരിച്ചു പോയി. എനിക്കൊരു അച്ഛൻ വേണം, ഒരമ്മ വേണം. എനിക്ക് കൂടപ്പിറപ്പുകളില്ല. എനിക്കിതാ ഇത്രയും 3 അനുജന്മാർ, ഒരു അനുജത്തി, എല്ലാവരും ഉണ്ട്. എല്ലാവരും എനിക്ക് ഇത്രയുള്ളൊരു വലിയ കുടുംബം എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ ഈ ഗ്രാമത്തിലല്ല. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇന്ത്യയിൽ എനിക്ക് വീടുണ്ട്. അവിടേക്ക് ഞാൻ നിങ്ങളൊരിക്കൽ കൊണ്ടുപോകാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ. ഈ ഒരു വലിയ പ്രോജക്റ്റ് ഞാൻ ചെയ്യാനായിട്ടാണ് ഇവിടെ 2-3 മാസം ഞാനിവിടെ ഉണ്ടായത്. പെട്ടെന്ന് വന്ന് ഇതൊക്കെ ചെയ്താൽ ശരിയാകില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ലാൻഡ് ആരും മറ്റുള്ള ആൾക്കാർ പറ്റിക്കരുത് എന്നുകൊണ്ടാണ് ഞാൻ എത്രത്തോളം ഇതൊക്കെ പഠിച്ച് ഗഹനമായി ഞാൻ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് ചെറിയച്ഛൻ്റെ ഒരു മില്ലിഗ്രാം പോലും നമ്മൾ ആരും പറ്റിച്ചിട്ടില്ല. എല്ലാം എൻ്റെ ചെറിയച്ഛൻ്റെ കുടുംബത്തിലേക്ക് വരികയാണ്. എനിക്കിതാ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ഇത്ര വലിയ സ്വത്തുള്ള കുടുംബത്തിൽ ഞാനൊരു കുട്ടിയാണ്. പക്ഷെ എൻ്റെ രേഖകളിൽ എനിക്കില്ല, വേണ്ട, എനിക്ക് വേറെ സ്വത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സംസ്കാര പ്രകാരം അവൻ അന്ന് മുണ്ടുടുത്ത് നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഹാഫ് ട്രൗസറും ടീഷർട്ട് ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ അവിടെ ഗ്രാമത്തിൽ ചുറ്റുക. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇടയ്ക്ക് അവൻ കുറേ പേരെ കാണും, കുറേ പെൺകുട്ടികളെ ഇഷ്ടപ്പെടും. ഇവൻ തന്നെ കുറേ ചിരിക്കും, ആലോചിക്കും. പക്ഷെ ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ കുട്ടികളുടെയൊക്കെ കണ്ടവരൊക്കെ എന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിഷ്കളങ്കമായ ഗ്രാമത്തിലെ സുന്ദരിമാരായ നിഷ്കളങ്കതയുടെ സൗന്ദര്യമുള്ള ആൾക്കാരെയൊക്കെ നോക്കാം. ഗ്രാമത്തിനെ പറ്റിയും വർണ്ണിക്കുന്നതിന് അത്ര ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനെ അവർ എല്ലാം സന്തോഷമായിട്ട് അങ്ങനെ ഒരു നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവർക്കെല്ലാം പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് അന്ന് വലിയ ആഘോഷം. ആ ഗ്രാമത്തിലുള്ള റിലേഷനൊക്കെ വിളിച്ചിട്ട് എല്ലാ ആഹാരമൊക്കെ കൊടുത്തിട്ട് ആ രജിസ്ട്രേഷൻ കഴിയും. എല്ലാ രജിസ്ട്രേഷനും എല്ലാം കഴിയുമ്പോൾ സന്തോഷമായിട്ട് ചിരിച്ച മുഖത്തോടു കൂടി അവർക്കൊക്കെ ദുഃഖമുണ്ട്, പക്ഷെ ഒക്കെ മാറ്റി സമാധാനപ്പെടുത്തിയിട്ട് ഞാനുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും. മോളുടെ കല്യാണത്തിന്, മക്കളുടെ പഠിപ്പിനൊക്കെ എല്ലാം ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെ കാലിലൊക്കെ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവിടെ ഒരു അമ്പലത്തിന് അവിടെ പോയിട്ട് അവിടെ യാത്ര പറഞ്ഞ് അവൻ പുറപ്പെടുന്നു. ഇതാണ് കഥ. ഇത് കൂടി നോക്കൂ. തൻ്റെ തൻ്റെ ഒരാൾ വീട്ടിലേക്ക് വരികയാണ്, സ്വത്തിനെ പറ്റി ചോദിക്കാന്ന് പറയുമ്പോൾ എത്ര നെഗറ്റീവായിരുന്നു. പക്ഷേ ആ നെഗറ്റീവുള്ള മനുഷ്യനായിട്ടാണ് അവസാനം അവൻ പ്രൂവ് ചെയ്തത്. എത്ര നല്ല മനസ്സുള്ളൊരു ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനാണ്. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചു പോയി. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ ആ സ്വത്തൊക്കെ അവൻ്റെ പേരിലേക്ക് നിയമപ്രകാരം വാങ്ങിക്കാം. അവനും കൊടുക്കാൻ തയ്യാറാണ്, ചെറിയച്ഛൻ കൊടുക്കാൻ കൈയെഴുപ്പ് എവിടെ വേണമെങ്കിൽ ഇടാൻ തയ്യാറാണ്. പക്ഷെ ചെയ്തില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കാണുന്ന കാഴ്ച ശരിയാകണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാകണമെന്നില്ല. നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ തെറ്റിദ്ധാരണകളാണ്. സത്യം അത്ര പരിശുദ്ധമാണ്. സ്നേഹിക്കാം. താങ്ക് യു. നമസ്കാരം.